ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ കൃപയാലൊരു വചനം വായിച്ചിട്ട് പറഞ്ഞാതെ ഇത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമായിട്ട് എല്ലാവർക്കും ഭാഗ്യവാനാകാൻ, ലോട്ടറി അടിച്ചൊന്നുമല്ല ഭാഗ്യവാനാകണേ. എൻ്റെ കൊച്ചിന് ഭാഗ്യമില്ല, എനിക്കൊരു ഭാഗ്യമില്ല. ഞാനൊരു കാലത്ത് എപ്പോഴും ഇങ്ങനെ ഓർക്കുമായിരുന്നു, ഭാഗ്യം ഭാഗ്യം ഭാഗ്യം. ഭാഗ്യം എങ്ങനെയാണ്? ദൈവത്തെ ഭയപ്പെട്ട, യഹോവയെ ഭയപ്പെട്ട അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ മാത്രമേ ഈ ലോകത്തൊരു ഭാഗ്യവാനുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ശ്രദ്ധിച്ചു നോക്കിയോ, ബാക്കിയുള്ള ഭാഗ്യം അങ്ങനെ പന പോലെ വരും. തിരിച്ചു വരുമ്പോൾ അങ്ങോട്ട് പോയപ്പോൾ പന പോലെ തളിച്ചു, ഇങ്ങോട്ട് വന്നപ്പോഴോ കാണാനില്ല. അല്ലെ, നിങ്ങൾ തന്നെ ശ്രദ്ധിക്കാറില്ല, നമ്മുടെ ചുറ്റുവട്ടത്ത് അങ്ങനെ ഭയങ്കര പ്രതാപത്തിൽ വരും. തിരിച്ചു വരുമ്പോൾ ഒരു തലമുറ പോലും അതിൽ പിടിച്ചിരിക്കാൻ പറ്റാണ്ട് തകർന്നടിയണത്. അപ്പം നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് നടക്കുവാണെങ്കിൽ നമ്മുടെ മക്കളെ തലമുറേനെയും നമ്മൾ അനുഗ്രഹിച്ച ദൈവത്തെ പറഞ്ഞു കൊടുക്കും, അവരും അത് പിൻപറ്റും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറേനെ വാർത്തെടുക്കാൻ പറ്റും. അങ്ങനെ ദൈവജനെന്ന് നമ്മുടെ തലമുറ അറിയപ്പെടും. അപ്പം ഗീവവേയുടെ കാര്യം പറയാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം രേവതി വെഡിങ് കളക്ഷൻ. അപ്പോൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇതൊക്കെ ചെയ്യുന്നവർക്ക് ഗിഫ്റ്റ് 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട് കേട്ടോ, 3നും ഉണ്ട്. അതുകൂടാണ്ട് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഇതുപോലെ തന്നെ സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്താൽ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പേജ് വേണേ. അത് ഡയമണ്ട് റിംഗ് ഉണ്ട് കേട്ടോ. അതുകൂടാണ്ട് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പർച്ചേസ് ചെയ്യുന്നവന് 25,000 ക്യാഷ് പർച്ചേസിന് ഒരു കോയിൻ വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് അവിടെ ബമ്പർ ഞെറുക്കെടുപ്പുണ്ട് കേട്ടോ, അതും ഡയമണ്ട് റിംഗ് ആണ്. അപ്പോൾ പിന്നെ ബ്യൂട്ടി പാർലർ 25% ഡിസ്കൗണ്ട് ഉണ്ട്. എല്ലാ ഇതുകൂടെ അപ്പോഴും മറന്നു പോവാം. അപ്പോൾ എല്ലാ ബെനിഫിറ്റും നിങ്ങൾ യൂസ് ചെയ്യുക, നമ്മുടെ ഓഫറുകളെല്ലാം യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ചുരിദാർ സെറ്റാട്ടോ. ആദ്യം കാണിക്കണ ടിഷ്യൂ ബനാറസാണ്. നിങ്ങളത് കാണുമ്പോൾ ഓർക്കും ഇതാണ് എപ്പോഴും. എല്ലാത്തിനും ഡിസൈൻ വ്യത്യാസമുണ്ട്. നമ്മുടെ കടയിൽ വന്നാൽ ഇതില്ല, അതുപോലെ വിറ്റ് പെട്ടെന്ന് തീരുന്നതാണ്. ഇതൊക്കെ ഇതുണ്ടോ, ഇതിൻ്റെ പ്രത്യേകത ഇതിന് കൈക്കൊക്കെ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കൈക്ക് ഇങ്ങനെ സെപ്പറേറ്റ് പീസുണ്ട്, അത് കാരണം തുണിയും തികയും. ടിഷ്യൂ ബനാറസാണ്. ഇടാനും ഇതെടുക്കുന്നവരെല്ലാം ചാടി എടുക്കുകയും ചെയ്യും. ഭയങ്കര സോഫ്റ്റാണ്, ഇട്ടാലും ഒരു നല്ല ബും ലുക്കും ഉണ്ട്. ഞാൻ ഇനി എങ്ങനെയാണ് എടുക്കണമെന്ന് ഓർത്തോണ്ട് അപ്പോൾ 4-5 എനിക്ക് ബനാറസിൻ്റെ ചുരിദാർ. ഇനി എടുത്താൽ വല്ലവരും ഓർക്കും എനിക്ക് ഈ ഒരു സൈസ് സെറ്റ് മാത്രമേ ഉള്ളൂ എന്ന്. 2399 ഉള്ളൂ കേട്ടോ. നല്ല സംഭവമാണ്. 2399 നല്ല കളർ ചാർട്ടും ആട്ടോ. അപ്പം താഴെ ഇതില്ല, തീർന്നു. അപ്പോൾ നമ്മളൊന്ന് വീഡിയോ പിടിച്ചിട്ട് താഴത്തേട്ട് ഇറക്കുവാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്നാ വെച്ചാൽ ചിലർക്ക് ഒത്തിരി ദാമനിൽ വർക്ക് ഇഷ്ടമല്ലാത്തവർക്ക് ചെറിയൊരു വർക്ക് ഉള്ളൂ. വീതിക്ക് വർക്കുള്ളവർക്ക് അതുള്ളതുണ്ട് കേട്ടോ, വീതി കുറഞ്ഞ വർക്കിൻ്റെ ഇത്. നല്ല കളർ ചാർട്ടാട്ടോ. ഇതൊക്കെ ഗ്രാൻഡ്. ആ ഗ്രീനൊക്കെ നോക്കി, എന്ത് ഒരു ഗോൾഡൻ ഗ്രീൻ എന്ന് പറയാം, അടിപൊളി. ഇങ്ങനെ എല്ലാം ലുക്ക് തോന്നിക്കും കേട്ടോ. 2399 ഉള്ളൂ. നല്ല പൈസ ചാട്ടുകളാണ്, എല്ലാം അടിപൊളിയാണ്. യേശുബ്രാൻ്റെ കൃപയാൽ നമുക്ക് ചുരിദാർ സെറ്റ് കിട്ടിയേക്കണം. എല്ലാം നല്ല സൂപ്പർ സംഭവങ്ങളാണ്. $2399. ആ സോഫ്റ്റ് സാൻഡൻ ബോട്ടാന്ന് തോന്നുന്നു. അതെ അതെ, നല്ല ഗ്രാൻഡ് സംഭവമാണ്. എല്ലാം ലൈലാക്കിൻ്റെ ഒരു കോമ്പിനേഷൻ. സാൻഡോൺ ബോട്ടം തന്നെയാണ്. അതേ, നമ്മുടെ ഡ്രസ്സ് എടുക്കുന്നവരോട് ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെയിം സെറ്റ് നമുക്ക് കാണും. അത് തന്നെയാട്ടോ നമ്മൾ തിരിച്ചു തരുള്ളൂ. അതുകൂടാണ്ട് ക്യാഷ് റീഫണ്ട് ഇല്ല കേട്ടോ. നമുക്ക് വേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ ആ സെറ്റ് ഇഷ്ടപ്പെട്ടില്ല കിട്ടിയപ്പോൾ നമുക്ക് തിരിച്ച് വേറെ സെറ്റ് എടുക്കാം. അല്ലാണ്ട് നമുക്ക് ഈ സെറ്റ് കൊണ്ടുപോയി അത് അങ്ങനെയാണ് പിന്നെ മാറി ക്യാഷ് അങ്ങനത്തെ പരിപാടിയില്ല. നമുക്ക് അന്നേരം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത് ഭയങ്കര പാടാണ് ഓടിച്ചുകൊണ്ട് പോകാനേ. അപ്പം ഒരു സെറ്റിൻ്റെ ഷോളയിൽ ഇങ്ങനെ ഒരു വരയുണ്ട്, ഉടനെ ക്യാഷ്. ഇതിൻ്റെ വേറെ ഒരു വരയില്ലാത്ത സെറ്റുണ്ട്.
അപ്പോൾ അതാ കാരണമെങ്കിൽ അതങ്ങനെ അങ്ങ് എടുത്താൽ പോരെ. അപ്പോൾ നമുക്ക് അല്ലാണ്ട് നമുക്ക് ഈ സാധനമൊന്നും തിരിച്ചാരും എടുക്കൂല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർ അന്നേരം വീഡിയോ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കണ സാധനമായിരിക്കും. അപ്പോൾ നമുക്ക് അന്നേരം കൊടുക്കാനും പറ്റൂല. അപ്പോൾ ക്യാഷ് തിരിച്ച് കടയിൽ നിന്ന് എടുത്താൽ പോലും നമ്മൾ റീഫണ്ടില്ല, വന്നെടുത്താലും റീഫണ്ടില്ല, വേറെ മാറി എടുക്കണം എന്നല്ലാണ്ടേ. ഇത് കണ്ടോ, നല്ലൊരു കോട്ടയിൽ യോക്കിൽ നിറച്ച് വർക്ക്, ഇവിടെ ക്രോഷ്യോ ലേസ് വർക്ക്. താഴെയുണ്ടോ? ആ താഴെ വർക്കൊക്കെ ഉണ്ട് കേട്ടോ, സൂപ്പർ. ദേ അത് ഗ്രാൻഡാട്ടോ. ഷോളിൻ്റെ 2 വസ്തുണ്ട്. നല്ലൊരു ഫങ്ഷൻ വെയറാ. 1599 കാഷ്വൽ വെയറും ഫങ്ഷൻ വെയറായിട്ട് ഞാൻ ഡബിൾ യൂസിൻ്റെ വിത്ത് ലൈനിങ് ആണോ? ലൈനിങ് അല്ല കേട്ടോ, നല്ല രസമുള്ളത്, രണ്ടായിട്ട് യൂസ് ചെയ്യും. യോക്കിലും താഴെ വർക്കൊക്കെ വരുമ്പോൾ അടിപൊളിയാണ്, സൂപ്പറാണ്. നല്ലൊരു ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ. രണ്ട് വശവും വർക്കുണ്ട്, ഉള്ളിലിങ്ങനെ വർക്കുണ്ട്, സൂപ്പർ സംഭവം. ക്രീം കളറ്, ഇത് ഒരു സിൽക്കിലെ ബനാറസ് മുട്ട. ടോപ്പ് ഫ്രണ്ടും ബാക്കും ഉണ്ട് കേട്ടോ. സോഫ്റ്റ് സിൽക്ക് ബോട്ടം, നല്ല മെറ്റീരിയൽ. ഇതുപോലെ സോഫ്റ്റ് ആട്ടോ, ഫുള്ള് നല്ല ലെങ്തും ഉണ്ട്, അടിപൊളി ഷോള്. ഷോളിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഈ ജെറിയുണ്ട് 2 വസ്തു. 15 അല്ലേ, 1599 ഉള്ളൂ കേട്ടോ. നല്ല സെറ്റാട്ടോ, നല്ല സോഫ്റ്റ് കനം കുറഞ്ഞ ഷോളും ടോപ്പ് സിൽക്ക് ബനാറസ്. അത് ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ്, 2 വശവും അതുണ്ട്. നല്ല കളർ ചാർട്ടുമാണ്, ഷോളും അടിപൊളിയാണ്. നല്ലതല്ലേ? 1599. കഴിവൊക്കെ ചെയ്യാം, ഒരു കംപ്ലൈൻറ്റും വരില്ല. ഫങ്ഷൻ വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഷോളയിൽ ഇച്ചിരി ജെറി വർക്കൊക്കെ ഉള്ള കാരണേ ഒരു ഗ്രാൻഡ്. പിന്നെ ബനാറസ് ബുട്ടയുണ്ടല്ലോ, നല്ലൊരു പീസ്. എല്ലാം ബേസിക് കളേഴ്സാണ്, അത് കാരണം പെട്ടെന്ന് തീരുകയും ചെയ്യുവേ. അടിപൊളി സംഭവം ആട്ടോ. നല്ല ഒത്തിരി വെറൈറ്റി വന്നിട്ടുണ്ട്, ഒത്തിരി വെറൈറ്റി. സൂപ്പർ സംഭവം, സൂപ്പർ സംഭവം. ഇത് നമ്മൾ ഒന്ന് വീഡിയോ ഇട്ടതാ, പക്ഷെ ഷോളൊക്കെ വ്യത്യാസമുണ്ട്, റീസ്റ്റോക്കാണ്. അപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. ബ്രാസോ ഷോളിൻ്റെ ആണ്, ജോർജറ്റിൽ ഇങ്ങനെ ഇത് വർക്ക്. വിത്ത് ലൈനിങ് ആണോ? വിത്ത് ലൈനിങ് അല്ലേ? വിത്ത് ലൈനിങ് ആട്ടോ. ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ സൂപ്പറാണ്. വിലയും വലിയ കാര്യമായിട്ടല്ല, ഇത് അടിപൊളിയല്ലേ. 1399 ഉള്ളൂ. നല്ല സംഭവം കേട്ടോ, ഷോളൊക്കെ അടിപൊളി, ഗ്രാൻഡ് സെറ്റ്.
തീരോട്ടോ ഇതൊക്കെ. കാരണം ഷോളും സാധനമൊക്കെ അത്യാവശ്യം ഫങ്ഷൻ ഇടാനും ഒക്കെ നല്ലതായത് കാരണം 1399 അല്ലേ ഉള്ളൂ. അടിപൊളിയാണ്. നൂറും അടിപൊളി ഷോളൊക്കെ ആട്ടോ. എന്താ ഭംഗിയില്ലേ. എനിക്കിങ്ങനെ ഇടുന്നതൊക്കെ ഇഷ്ടം. പണ്ണയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഷോളൊക്കെ അങ്ങനെയൊക്കെ ഇട്ട് നല്ല രസമില്ലായിരുന്നു. വണ്ണം കുറയും. ഞാൻ എന്താഗ്രഹിച്ചാലും എൻ്റെ യേശുമ്പരാൻ എനിക്ക് തരാൻ മതിയായവനാട്ടോ. അതൊരു ഭയങ്കര സംഭവമാട്ടോ യേശുമ്പരാൻ്റെ കാര്യം. എന്ത് കൊതിച്ചാലും സാധിച്ചു. ഇത് നമ്മുടെ ഈ ബാന്തിനിയുണ്ട്. ഇങ്ങനെ നല്ലൊരു ടോപ്പ്, വേണ്ട ലെന്തുണ്ട്, ഷോൾ. ഇങ്ങനെ നമുക്കൊരു ഫങ്ഷൻ ഇടാം. എത്ര? 1150 ഉള്ളൂ കേട്ടോ വില. നല്ലൊരു സിൽക്ക് ഐറ്റാണ്. ഈ വിലയ്ക്ക് നല്ലതാണ് അല്ലേ. 1150 രൂപയല്ലേ ഉള്ളൂ. നല്ല കളർ ചാർട്ടുമാണ്. ഫങ്ഷനും കൊണ്ടാകാം, അല്ലാണ്ട് യൂസ് ചെയ്യാം. എല്ലാവരും വില കുറവിലേക്ക് ചാടി. ഇങ്ങനെ ഡ്രസ്സൊക്കെ യൂസ് ആൻഡ് ത്രോ പോലെയായി. പണ്ടത്തെ പോലെ വില കൂടി 5000 10000 രൂപയുടെ സാരികൾ എനിക്കും വെറുതെ വട്ടല്ല. ഇവന് ഉടുക്കുകയോ ഇല്ല. അതിന് വല്ല സ്വർണ്ണമാണെങ്കിൽ ഞാനിപ്പോൾ കുഞ്ഞുവിനോട് പറഞ്ഞു, കുഞ്ഞുവിന് സാരി പണ്ട് ഉടുപ്പില്ലാത്ത ആളായിരുന്നു കേട്ടോ. വിരിപ്പാവ് ഉടുക്കില്ലെന്ന് പറഞ്ഞ് ബഹളം വെച്ചതാട്ടോ. എൻ്റെ വിരിപ്പാവ് ഉടുപ്പിച്ചപ്പോഴത്തേനും അതിൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ സാരിയെ ഉടുക്കുള്ളൂ. എപ്പോഴും സാരി എടുക്കണം. ഞാൻ പറഞ്ഞു സാരി വേണ്ട, അതിന് സ്വർണ്ണം എടുക്കാമെന്ന് പറഞ്ഞു. സ്വർണ്ണക്കടയിലേക്ക് കയറിയപ്പോൾ ഞാൻ ഓർത്തു കാശ് പോവില്ല, വേണ്ട ഒരു കാശ് കൂടുകയും ചെയ്യും. എന്തോ ഒരു സാരിയെ ചുമ്മാ ഒന്നും എടുത്തിട്ട് പിന്നെ ഉടുക്കണില്ലോ. ഞാൻ ഓർത്തു എനിക്ക് പെങ്കൊച്ചില്ല, അത് കാരണം എനിക്ക് ഞാൻ എടുത്തു കൊടുക്കുമ്പോൾ മോശം എടുത്തു കൊടുക്കാൻ പാടുള്ളൂ. എൻ്റെ ചെറുക്കൻ്റെ ഗമയ്ക്കനുസരിച്ചുള്ള എടുത്തു കൊടുക്കണല്ലോ. ഞാനല്ല സാരി എടുത്തു കൊടുക്കണേ ആള്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയെടുക്കുമ്പോഴുള്ള സാരി എന്തോരമാണ്. അപ്പം ഇനി സ്വർണ്ണ ആക്കാൻ പോവാം. കുഞ്ഞുവിൻ്റെ എൻ്റെ സാരി എല്ലാം എടുത്തോളും. എനിക്കെടുക്കണതിനൊരു ബ്ലൗസ് കുഞ്ഞുവിന് ഞാൻ എടുക്കും. കുഞ്ഞുവിന് ഞാൻ എടുക്കണ കളറും സാരിയൊക്കെ ഇഷ്ടം. എന്തെടുക്കുമ്പോഴും എന്നോട് ചോദിക്കും അമ്മ ഏത് കളറ് വേണം, എന്ത് വേണം. അപ്പോൾ പെങ്കൊച്ച് ഇല്ലാത്തതിൻ്റെ വിഷമം തീരുട്ടോ. നമുക്ക് അങ്ങനെ പണ്ട് ആഗ്രഹമില്ലേ, പെൺപിള്ളേർക്ക് അത് എടുത്തു കൊടുക്കണമായിരുന്നു, ഇത് എടുത്തു കൊടുക്കണമായിരുന്നു. പുതിയ മാറുന്ന പോലെ എല്ലാം ചോദിച്ചൊക്കെ എടുക്കുള്ളൂ. നല്ല കളർ കേട്ടോ, ബ്രൗൺ ഷെയ്ഡ് ബേജ് കളറിൽ. ഇതിൻ്റെ ഓൾറെഡി ഇതിൻ്റെ ബേസ് ബേജ് കളറാണ് കേട്ടോ. ബേജിലാണ് പല ഈ ഡിസൈൻ ഒരു പേരുണ്ടായിരുന്നല്ലോ. എന്താണ് അതിൻ്റെ ഈ ഡിസൈനിൽ ഒരു പേരുണ്ടായിരുന്നു. മറന്നുപോയി. 1199 ആണോ 1150? 1150 ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് എടുത്തോട്ടോ. പിന്നെ നമ്മൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സ്കീം കൂടുന്ന കാര്യം മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ മെയിൽ ഞാൻ നിർബന്ധിച്ചു കൂടി ഒരു 6650 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഗ്രാമിന് 7400 5000 രൂപയുടെ ഒരു ഗ്രാമിന് വ്യത്യാസമായി 6-7 മാസം കൊണ്ടേ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും നല്ലതാണ്. ചിരിച്ചിട്ട് നമുക്ക് സ്വർണം മേടിക്കാന്നേ. എന്നെ എല്ലാവരും കളിയാക്കും, സുജേച്ചി
തുണിക്കട തുടങ്ങിയപ്പോൾ എല്ലാവരെയും കൊണ്ട് തുണി എടുപ്പിക്കും. സ്വർണ്ണക്കട തുടങ്ങിയപ്പോൾ എല്ലാവരെയും കൊണ്ട് സ്വർണ്ണ എടുപ്പീര് വാങ്ങും. കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ പറഞ്ഞു നമ്മുടെ വെഡിങ് കളക്ഷനിൽ ഓൺലൈനാ, ഇനി ഞങ്ങൾ സ്വർണ്ണക്കടയിൽ നിന്ന് ആട്ടോ എടുക്കണുള്ളൂ എന്ന്. അതുപോലെ രണ്ടും എടുക്കണം കേട്ടോ. ഫോട്ടോ എടുത്തില്ലേ? നല്ല സെറ്റാട്ടോ. 1150 ഇതൊക്കെ സൂപ്പർ സെറ്റാട്ടോ. നമ്മൾ ആദ്യമായിട്ട് കാണിക്കണ കാരണം പെട്ടെന്ന് തീരും കേട്ടോ. സെയിമാണ് ഇട്ടേക്കണം മാറ്റി വെച്ചേക്കണൊക്കെ. അതെയോ? ചുമ്മാ എടുത്തുണ്ടല്ലോ. അങ്ങനെയൊന്ന് കാണിച്ചാൽ മതി. നല്ല സെറ്റാണ്. അപ്പോൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സ്കീം കൂടുന്ന കാര്യം നിങ്ങൾ മറക്കരുത്. നമുക്കൊരു സ്വർണ്ണ നിക്ഷേപം, സ്വർണത്തിന് ഇങ്ങനെ വില കൂടിയാൽ ഇന്ത്യ ആയിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് രാജ്യം എന്നാണ് പറയണേ. അതിൽ സ്വർണ്ണം ഏറ്റവും കുറവ് നമ്മുടെ കയ്യിൽ. അത് പോരല്ലോ, ഗോൾഡ് ഓൺ കൺട്രി. നമ്മുടെ കയ്യിലാകട്ടെ സ്വർണ്ണം ഏറ്റവും അധികം. നല്ല കളർ കേട്ടോ, നല്ല കളേഴ്സ് കേട്ടോ. ഇതിലതേ ഓർഡർ ഇങ്ങനെ ഇവിടത്തേക്ക് കാണിക്കാവേ. ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ ഇവിടത്തെ ഉണ്ടല്ലോ. അതിൻ്റെ കളർ ചാർട്ടൊക്കെ വ്യത്യാസമുണ്ടോ? ഓ അതെയോ? ആ ഡാർക്ക് കാണിക്കണേ. ഇത് കാണിക്കും. ആദ്യത്തെ ഡാർക്കല്ലേ? ഞാൻ ആ ഫേസ് ചാട്ടല്ലേ ഇപ്പൊ കാണിച്ചത്. കാരണം അത് വിളത്തി ആഘോഷാക്കി. ഇത് എന്നതാ സൂപ്പർ റയോണിന്റെ ആട്ടോ. പാൻറ് വിടുന്നത് ആൾത്തേടിയാണ്. ടോപ്പും കോട്ടും ഇതല്ലേ ഒരു പീസുള്ള അല്ല, ടോപ്പും കോട്ടും. ഇത് പാൻറ് എങ്ങനെ അഴിഞ്ഞാടിപ്പോയി കേട്ടോ. നീളത്തിലാണോ രണ്ടായിട്ട് മടക്കിയിരുന്നത് വിടുന്നത്. നല്ല രസമുള്ള കേട്ടോ. ദൈവം ഇതൊക്കെ കിട്ടുമാവോ? അയ്യോ, ഇത് 899 രൂപയുള്ളൂ കേട്ടോ. ഇതിപ്പോഴേ റീസ്റ്റോക്ക് കൊടുത്തേക്കാം അല്ലേ? അല്ലേ അല്ലേ? നല്ല ടോപ്പും റയോൺ ലെങ്തൊക്കെ ഇഷ്ടം പോലെ. എൻ്റെ കർത്താവ്, ഇനി ഇത് ഇപ്പം തന്നെ ഫോട്ടോ അയക്കാൻ, ഫോട്ടോ എനിക്ക് അയക്കട്ടോ. ഇപ്പം തന്നെ ഇതിൻ്റെ വീഡിയോ ഇട്ടൊക്കെ വരുമ്പോഴത്തേന് തീർന്നെങ്കിൽ അത് പോയി. 899 രൂപയ്ക്ക് സൂപ്പറല്ലേ? എന്ത് സുഖമുള്ള റയോണാണ്. ഇങ്ങനെ മൊഡാലൊക്കെ ഇടുമ്പോൾ ഒരു കൂളിംഗ് ഇല്ല, അതുപോലെ റയോണിൻ്റെ ആ കൂളിംഗ് തന്നെ ഒരു ലൈനിങ് ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് റീസ്റ്റോക്ക് കൊടുക്കാം, ഇത് റീസ്റ്റോക്ക് കൊടുക്കാം. നേരെ ഭയങ്കര രസമുള്ള ഡിസൈൻ. ഈ വിലയല്ലേ ഉള്ളൂ. നല്ല അച്ചറപ്പുറത്തിൻ്റെ അടിപൊളി ഷോള് വരും. 899 രൂപ കേട്ടോ. ഷോളിൻ്റെ അരികെ സൂപ്പർ കളേഴ്സ്. 2 കെട്ടെടുക്കാം അല്ലേ? ഇതിൻ്റെ 2-3 കെട്ടൂടെ റീസ്റ്റോക്ക് എടുത്തേക്കാം. അടിപൊളി സെറ്റാട്ടോ. ഇതിൻ്റെ നല്ലതാട്ടോ. ഫുൾക്കാരിയുടെ ബാക്ക് ഇങ്ങനെ പ്ലെയിൻ, ഫ്രണ്ട് കട്ട് വർക്ക്, സോഫ്റ്റ് സിൽക്ക് ബോട്ടം. അടിപൊളി ഷോളാട്ടോ. അയ്യോ, ഇതും ഭയങ്കര രസം. ഇത് എന്നാ വില? 790. എൻ്റെ 790 ഉള്ളേ. ഇന്നത്തെ സെറ്റ് എല്ലാം അടിയായിരിക്കും കേട്ടോ. ഞാനിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഓർക്കും വീഡിയോയിൽ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് എടുക്കാനാന്ന് ഓർക്കും. അപ്പോൾ
അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ ഒന്നും കിട്ടില്ല. അപ്പോൾ പറയും വീഡിയോയിൽ പറയുമ്പോൾ ഞങ്ങൾ ഓർത്തു ചുമ്മാ തെറ്റ് ചിലവാകാൻ. ഇങ്ങനെയൊന്നും അല്ല. കഴിഞ്ഞ ദിവസം നമുക്ക് ഈ പുഴമീൻ കൊണ്ട് തന്നെ ഒരു കൊച്ചുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ അവൻ വന്നപ്പോൾ പറയാം, ചേച്ചിയുടെ വീഡിയോ ആദ്യം കാണുമ്പോൾ ഞങ്ങൾ ഓർത്തു ചുമ്മാ ഈ നമ്മൾ യേശുവിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ ആ കാര്യം നല്ല ആളാകാനും യേശുവിനെ അങ്ങനെ ഇങ്ങനെ ഒരു വിശ്വാസം തോന്നിപ്പിക്കാനൊക്കെ യേശുവിൻ്റെ പേര് പറയില്ലേ. പിന്നെ കണ്ടപ്പോൾ ശരിക്കും മനസ്സിലായി ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് യേശു തന്നെയെന്ന്. ഞാനപ്പോൾ പറഞ്ഞു മോനെ അങ്ങനെയല്ല, ഞാൻ രക്ഷപ്പെട്ടത് ഈ യേശുവിനെ കൊണ്ടാണ്. സത്യം എൻ്റെ ജീവിതം മാറി മറിഞ്ഞു. അപ്പോൾ പിന്നെ ആ യേശുവിനെ കൊണ്ട് എല്ലാവരും രക്ഷപ്പെടട്ടെ. അങ്ങനെയല്ല, അതല്ലേ യേശു പറഞ്ഞേക്കണം എൻ്റെ സുവിശേഷം പറയാൻ. ഞാൻ സത്യം പറഞ്ഞാണ്. എല്ലാവരും യേശു എന്ന് പറഞ്ഞ ജാതിയും അതൊന്നുമില്ല. യഹൂദനായിട്ട് ജനിച്ചു, അവർ തള്ളിക്കളഞ്ഞപ്പോൾ ജാതികളിലേക്ക് വന്നു എന്ന് പറഞ്ഞേ. അല്ലാണ്ട് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞൊരു ജാതിയൊന്നും ഇല്ലായിരുന്നു. യേശു എന്ന് പറയുന്ന വചനമാണ്. അടിപൊളി ഷോ കേട്ടോ. 790 രൂപയെ ഇതിലൂടെ വേസ്റ്റോക്ക് പറയാം അല്ലേ. ഈ ഷോള് മാത്രം മതിയുള്ളത് എന്ത് ഭംഗിയാ. അടിപൊളി ഷോ. എൻ്റെ പൊണ്ണ് മുതൽ നല്ല സെറ്റല്ലേ. അപ്പോൾ ഇന്നത്തെ സെറ്റൊക്കെ ഇഷ്ടപ്പെട്ടോ? വെബ്സൈറ്റിൽ എടുക്കുന്നവർ പെട്ടെന്ന് എടുത്തോ. അല്ല 4 ഓൺലൈൻ നമ്പറുണ്ട്. 10 മണി മുതൽ 6 മണി വരെ ഉണ്ട്. വാട്സപ്പ് കോൾ വിളിക്കണം. അപ്പം അതെല്ലാം അവർ വിളിച്ചിട്ട് മറുപടി പറഞ്ഞില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. 9447575564. അപ്പോൾ പിന്നെ സ്കീമിൽ കൂടുന്ന ആരും മറക്കരുത് കേട്ടോ. നമുക്ക് ഇച്ചിരി സമ്പാദിക്കാമെന്നേ. ഇച്ചിരിയൊക്കെ നല്ലപ്പോഴല്ലേ സമ്പാദിക്കാൻ പറ്റുള്ളൂ. അപ്പം യേശുവിൻ്റെ കൃപയാൽ ഇച്ചിരി സമ്പാദ്യമൊക്കെ എപ്പോഴും നല്ല പണ്ടത്തെയും സമ്പാദ്യമാണല്ലോ. അത് ആഘോഷിച്ചല്ലേ ഇപ്പോഴത്തെ തലമുറ ജീവിച്ചു പോണേ. എല്ലാവരും ഇപ്പോൾ ഉണ്ടാക്കുമല്ലോ. കാരണവന്മാർ ഉണ്ടാക്കിയതൊക്കെ വിറ്റും പറക്കിയൊക്കെ സുഖമായിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മറ്റുള്ളവരുണ്ടാക്കിയത് വിൽക്കാണ്ട് നമുക്കുണ്ടാക്കിയതും കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഇച്ചിരി സമ്പാദിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ അതിൽ ഏറ്റവും സമ്പാദ്യത്തിൻ്റെ പദ്ധതിയിൽ ഏറ്റവും നല്ല സ്വർണ്ണമാണ്. സ്വർണ്ണം എപ്പോഴും ഓർക്കും. പോയി മേടിച്ച് എന്നോട് ഒരു രാജസ്ഥാനി ഇങ്ങനെ തുണിയുടെ ഡീലർമാർ പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ സ്വർണ്ണക്കട തുടങ്ങിയത്. എന്നോട് ഇങ്ങനെ അവരൊക്കെ വെള്ളി ഇങ്ങനെ ബാറായിട്ട് മേടിക്കും, സ്വർണ്ണ ബാറൊക്കെ മേടിച്ചു ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിനോട് താല്പര്യമില്ല. എനിക്ക് ഓർണമെൻറ്റ്സ് ആക്കി ഞാൻ വിൽക്കാണ്ട് നോക്കും. ഇങ്ങനെ മേടിച്ച് എനിക്ക് ഇടണം, കാണണം. അല്ലാണ്ട് ഞാൻ പോയി മേടിച്ച് വെച്ചാൽ അത് വിറ്റോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണ്ടോ അങ്ങനെയൊക്കെ പെട്ടെന്ന് തീർക്കും. നിങ്ങളും അങ്ങനെയല്ലേ നോക്കുക. ഒരു ഗോൾഡ് കോയിൻ കയ്യിലുണ്ടെങ്കിൽ നമ്മളത് ഒരു കല്യാണം വരുമ്പോൾ അവർക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ വിൽക്കുകയോ ചെയ്യും. അതേ സമയത്ത് നമ്മുടെ ഒരു വളയോ മാലയാണെങ്കിൽ അത് എടുത്ത് ആർക്കും കൊടുക്കുകയോ ഇല്ല. അത് ജസ്റ്റ് വേണേൽ പണയം വയ്ക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നമുക്ക് അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ അത് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു അസറ്റായിട്ട് അവിടെ ഇരുന്നോളൂ. അപ്പോൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ സ്കീമിൽ കൂടുക, നമ്മുടെ ബ്യൂട്ടി പാർലറിൽ വരിക, വെഡ്ഡിങ് കളക്ഷൻ. അപ്പോൾ ഈ വർഷം 2025 രേവതിയോടൊപ്പാകട്ടെ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.